ഹലോ, വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതെ അത്താഴം മുതൽ നോമ്പ് വരെ നോമ്പുതുറ വരെ നടക്കൂല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗം, അത് സത്യം പറഞ്ഞ ഒറ്റ വീഡിയോയിൽ ഒതുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടാം ഭാഗം നമ്മള് വീഡിയോയിലേക്ക് പോവാം. ഇല്ല, ഒന്നും പറയില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ വീട് പണീന്റെ കുറച്ച് പരിപാടികളുണ്ട്. വീട് പണിയല്ല, ഷീറ്റ് ഇടുന്ന കുറച്ച് കാര്യങ്ങള്. പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമ്മൾ നോമ്പുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പൂത്തിരി കത്തിക്കുന്ന മാവനാണ് പ്രജീഷ് മാവൻ. അപ്പൊ പുലർച്ചെ കാക്കുന്റെ കൂടെ അത്താഴമൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല കേട്ടോ. എന്റെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഒട്ടും ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോ എണീറ്റു. കാക്കു നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എണീറ്റു. ഇപ്പൊ സമയത്ത് കഴിച്ചിട്ട് ഈ 12:15 ഞാൻ നേരത്തെ എണീറ്റിട്ട് മേലെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹലോ കുഞ്ഞാറ്റ. അപ്പോ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി എൻ്റെ പ്രിപ്പറേഷൻ, നോമ്പുതുറ പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ആയി, കുറേ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തേക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സംസാരങ്ങൾ, അല്ലറ ചില്ലറ സംസാരങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, കുറേ അതെ കുറേ ഉണ്ട്. മമ്മിയുടെയും കുഞ്ഞാറ്റയുടെയും കൂടെ കുറേ ഓർണമെന്റ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കാക്കുവോ, എന്റെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര മനസ്സലിവ് തോന്നിയിട്ടുണ്ട് എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് ആ ഒരു സ്റ്റോറി ഇവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് തോന്നി. നല്ലതാണ്, ഇൻസ്പിറേഷൻ സ്റ്റോറി. അതെ, എന്റെ കുഞ്ഞില് ഞാൻ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് സാധാരണ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് അച്ഛന്മാരൊക്കെ വാങ്ങിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ ഉള്ള ഓരോരോ എന്താ പറയാ മുടികെട്ടുകള്, വള, മാല, അങ്ങനെയൊക്കെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ വരും. അപ്പൊ എനിക്കിതൊന്നുമില്ല. ആകെ ഉണ്ടാവും ഒരു മുത്തുവല ഉണ്ടാവും, കുറച്ച് വള ഉണ്ടാവും, ആ ഒരു ഇതന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഡ്രസ്സാണെങ്കിലും അതെ, അച്ഛൻ മരിക്കുന്നതിന് മുന്നേ വാങ്ങിച്ചിരുന്ന ഒരു നീല പാവാടയും ഒരു കരിനീല ഒരു കുപ്പായവും, അതായിരുന്നു എനിക്ക് എവിടെ പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. സ്റ്റോറി ആയിട്ട് വേറെ പറയാം, ഇതില് പറയണ്ട, വേറൊരു കണ്ടന്റ് ആയിട്ട് പറയാം. ജസ്റ്റ് ചുരുക്കിട്ട് വേറൊരു കണ്ടന്റ് കളയണ്ട. അതെ, കണ്ടന്റ് കളയണ്ട. ആയിക്കോട്ടെ, എന്നാ ചുരുക്കി അങ്ങോട്ട് പറയാം. അപ്പൊ അന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ആഡംബര കാര്യങ്ങളൊന്നും കുറേ കാലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ പറയും, നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ഒന്നും നമുക്കിപ്പോൾ എന്താ പറയാ, ഒരു ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ പകുതി, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫുഡ് എടുക്കാം. നമ്മളതിൽ ഒരു ആപ്പിൾ ഉണ്ടെങ്കിലും ആ ആപ്പിളിന്റെ പകുതി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് 2 ആപ്പിൾ ഇങ്ങോട്ട് കിട്ടും എന്നുള്ള രീതിയിൽ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. നമ്മളെ കയ്യിൽ, അതെ, ആപ്പിളല്ല, ഉദാഹരണം പറഞ്ഞാണ്, നമ്മളെ കയ്യിലുള്ള എന്താണോ അത് വേറെ ആൾക്കെങ്കിലും ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് നമുക്ക് ദൈവം തിരിച്ചു തരും എന്നുള്ളത് പറയണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ സത്യമായിട്ടും എനിക്ക് ഓരോ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കും, അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ എനിക്കില്ലെങ്കിലും ഞാൻ വേറെ ആൾക്കാർക്കും, അതേമാതിരി തന്നെയാണ് അമ്മ കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഇപ്പം ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഷെയർ ചെയ്തതാണ്. കാക്കു പറഞ്ഞ മാതിരി അതൊരു കണ്ടന്റ് ആണ്, ഒരുപാടുണ്ട് പറയാന്. അപ്പൊ അത് നമുക്കൊരു കണ്ടന്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. സെറ്റ് ചെയ്യണതൊന്നും ഞാൻ കാണിക്കില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ പരത്തിയിട്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കഴിക്കേണ്ടത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ക്രിയേറ്റിംഗ് ആപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ജോഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ആയിട്ട് ആമസോണിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഒരു കൂപ്പൺ കിട്ടും. അപ്പൊ ആ ഇത് വെച്ചിട്ട് ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല കേട്ടോ, അത്ര കുഞ്ഞാറ്റ അന്ന് കുഞ്ഞു കുട്ടിയാണ്. നമ്മളന്ന് വേലൂര് 4 കൊല്ലം അല്ലേ.
ഇതിപ്പോ ഇങ്ങനെ എടുത്തേക്കണ ഇങ്ങനെ കാണിക്കണ്ട അല്ലേ? വേണ്ട, ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എവിടെ വഴി? എവിടെ ഈ ജില്ലയുടെ വഴി? ഏത് ജില്ല? അപ്പൊ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ എന്തിനാ ഇവിടെ യൂസ് ചെയ്യാറെന്ന് അറിയോ? ഇവിടെ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ഷൂട്ട്, ഓണം, വിഷു ആ ഒരു സമയത്തൊക്കെ വേറെ മോഡൽസ് ഒക്കെ വന്നിട്ട് ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് വെക്കുന്നത്. ഞാൻ കെട്ടി നടക്കുന്ന സാധനങ്ങളല്ല, ഇത് ഷൂട്ടിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മളെ ഷൂട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഓർണമെന്റ്സ് ഒക്കെ ചിലപ്പോ പരിചയം. അതെ, മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഞാനിത് പേഴ്സണലി അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ചില ട്രഡീഷണൽ ഒക്കേഷൻസിനൊക്കെ വല്ല കാശിമാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമല്ല, ഡെയിലി കിട്ടുന്ന സാധനമൊന്നുമല്ല. ഹലോ കുഞ്ഞാറ്റെ. ഒരു കാര്യം ചോദിക്കട്ടെ ഗൈസ്, വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടാവുമ്പോ മൂത്ത കുട്ടികൾക്ക് കുറച്ച് പൊന്നാരം കൂടുവോ? ഇവിടെ എങ്ങനെ കേട്ടോ, കുഞ്ഞുമാവനെ കാറിന്റെ മുന്നില് ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് ഇരുത്തി കഴിഞ്ഞാല് പരാതി, എന്നെ വണ്ടിയിൽ വെക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞാനെടുത്താ പരാതി, കുഞ്ഞാവനെ ഉറക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നാ പരാതി, കൊഞ്ചിച്ചാ പരാതി, കൊഞ്ചിച്ചവരെന്നെ കൊഞ്ചിക്കണില്ല. ഒക്കെയാണ് ഈ കുട്ടിയുടെ പരാതികള്. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇനി ബാക്കി കുറച്ച് കുക്കിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട് ഇഫ്താറിന്റെ പരിപാടി കഴിക്കല്ലേ. അപ്പോൾ ഇന്ന് കക്കോല് നോമ്പുതറ സ്പെഷ്യലായിട്ട് ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് കക്കോ വേണ്ടത്? ഞാൻ അവിടെ ചിക്കൻ രണ്ട് രീതിയിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ചിക്കനോട് ഒന്ന് എന്ത് വെക്കാൻ ആഗ്രഹം? ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കനോ? ബട്ടർ ഇല്ലല്ലോ. ഗീ റോസ്റ്റ്. അപ്പൊ ഇന്ന് കറിയായിട്ട് ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യാനും, പിന്നെ ഇത് വറക്കാൻ വേണ്ടിയിട്ട് നമ്മള് നോർമലി മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ്. വേണമെങ്കിൽ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ നോർമലി ചിക്കൻ്റെ നല്ല എല്ലില്ലാത്ത പീസൊക്കെ എടുത്തിട്ട് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് എല്ലുകളൊക്കെ ഉള്ള പീസ് എടുത്തിട്ട് കുക്കറിലാക്കിയിട്ട് മസാലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കർ ഒന്ന് അടിച്ചിട്ട് എടുക്കും. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഗ്യാസും ലാഭം, സമയവും ലാഭം. അപ്പൊ ഞാനത് വേവിച്ചിട്ട് വരാം. പിന്നെ ഈ ചിക്കൻ നമുക്ക് ഇന്ന് വേണമെങ്കിൽ വറക്കാം, അല്ലെങ്കിൽ നാളേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പരത്തി ഇട്ടേക്കാം. ഞാനേ നമ്മുടെ പ്രേക്ഷകരായിട്ട് വത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയല്ലോ. അയ്യോ വേണ്ട, അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് താല്പര്യമില്ല. ഇന്ന് ഞാൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കാണിക്കണ്ട. കാണിക്കണ്ട. അപ്പൊ നമുക്ക് ഇന്ന് ഇഫ്താറിന് ചെറിയൊരു സ്നാക്ക് ആയിട്ട് നമുക്ക് നഗറ്റ്സ് ഉണ്ടാക്കാം. അതെ, എന്താ കുഞ്ഞാറ്റെ? അതെ, നമ്മൾ മെയിൻ ആയിട്ട് ലുലുമാളിൽ പോകണം തന്നെ നഗറ്റ്സ് നല്ല ഓഫറിൽ വാങ്ങാൻ വേണ്ടിട്ടാണ് അല്ലേ? വലിയ ഓഫറൊന്നും ഇല്ല, ഉണ്ട്. 600 സംതിങ്ങിൻ്റെത് 300 സംതിങ്ങിന് പകുതി ഓഫർ അല്ലേ? 1 കിലോ നഗറ്റ്സ് ആണേ. നഗറ്റ്സും പിന്നെ മറ്റേതും സോസേജ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നല്ല ഓഫറിൽ അവിടെ കിടക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പോയിട്ട് എന്നിട്ട് അത് കുറേ വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ തിന്നും. റെഡിമെയ്ഡ് നഗറ്റ്സ് ആട്ടോ, ഒന്നുമില്ല. നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തു തരാം അല്ലേ? ചെറിയ സ്നാക്കായിട്ട് ഈ ഒരു നഗറ്റ്സും പിന്നെ ഡ്രിങ്ക് ആയിട്ട് കക്കോന്റെ സ്പെഷ്യൽ വാട്ടർമെലൺ ജ്യൂസും. അതെ മോൾട്ടിയെ, അനക്ക് ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് മീൻസ് ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാൻ അത്ര ഇഷ്ടം കാരണം എന്താ? എനിക്കത് കഴിക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട്. അത് കാരണം പിന്നെന്താ ചോദിച്ചതാ. പച്ചക്കറികൾ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കാനാവില്ലേ? 80% പൊതുവെ അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയും ഫാസ്റ്റ് ഫുഡിന്റെ കടകളൊക്കെ കൂടി വരുന്നത്. എവിടെ നോക്കിയാലും അൽഫാം, പല 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 പേരില് അൽഫാം, ഷവർമ, ഇതൊക്കെ തന്നെയല്ലേ. നല്ല ടേസ്റ്റ് അല്ലേ ഇതൊക്കെ വായിട്ട് വെക്കുമ്പോ. പക്ഷെ ഹെൽത്തിന് ഒട്ടും നന്നല്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ തണുപ്പൊന്നും അത്രയ്ക്ക് കിട്ടിയിട്ടില്ല, മിക്കവാറും പൊട്ടിത്തെറിക്കാനാണ് ചാൻസ്. എന്നാലും ഇതാ, എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ടയും പത്തിരിക്ക് പുറത്തുനിന്ന് പാഴ്സൽ വാങ്ങിയതാണ്. എല്ലാം കൂടെ സെറ്റാക്കാൻ ടൈം കിട്ടിയില്ല ഗൈസ്. ഇനിയിപ്പോൾ ചിക്കൻ കറിയും കൂടെ ഉണ്ട് സെറ്റാക്കാൻ. അത് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തു. ഇനി നമുക്ക് അത് ഗീ റോസ്റ്റ് ആക്കി മാറ്റണം.
കാണിക്കണ്ട പറഞ്ഞാലും ഞാൻ കാണിക്കുകയാണ് എൻ്റെ തണ്ണിമത്തൻ ജ്യൂസ്. അതിൽ പാലെന്തേ ആയി വന്നാ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് അല്ലേ എന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ്, ഫാമിലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് അല്ല, ഞാൻ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചിക്കൻ കറി മാറിയിട്ടുണ്ട്. ചിക്കൻ കറിയാണ്, ഗീ റോസ്റ്റ് ആയിട്ടില്ല. കുറച്ച് വെള്ളം കൂടി പോയി. അപ്പോൾ ഞാനത് കറി ആക്കി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ.